എല്ലാവർക്കും എസ് എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഇടയിലൊരു ഗ്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഒരു നല്ല ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിയാലും യൂട്യൂബ് നോക്കുമ്പോൾ ഈ രേണുസുതിയുടെ വിഷയവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആർക്കും ഇഷ്ടമല്ല. പിന്നെ വീണ്ടും അതന്നെ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പോൾ എനിക്കതൊന്ന് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം അധികം ആരും അത് ഷെയർ ചെയ്ത് കണ്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ തിരിച്ചുവരവ്. നമ്മൾക്കറിയാം, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഷൈൻ ടോം ചാക്കോൻ്റെ പിതാവ് മരിച്ചു പോയതും ഷൈന് ഫ്രാക്ചർ ഉണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തതും അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം ഷൈൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. ഞാൻ ഇന്നാണ് അത് കണ്ടത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം നമ്മളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീഡിയാസിനൊക്കെ ഒരുവിധം എല്ലാവർക്കും, യൂട്യൂബേഴ്സിനായാലും എല്ലാവർക്കായാലും ഇപ്പോൾ എനിക്കായാലും, നമുക്ക് ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന കണ്ടൻറ്റ്, നമുക്ക് വ്യൂവേഴ്സ് വേണം, സബ്സ്ക്രൈബേഴ്സ് കാരണം, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെൻഡിങ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കണതല്ലോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എന്തോ, കാരണം നമുക്കറിയാം ഷൈൻ ടോമിൻ്റെ കുറേ ഇഷ്യൂസ് നടന്ന സമയത്ത്, ഡ്രഗ്സിന് കാര്യങ്ങളിലൊക്കെ ഇഷ്യൂസ് നടന്ന സമയത്ത് നിരത്തി പിടിച്ച് എല്ലായിടത്തും അതാണ് ഒരാൾക്ക് കഷ്ടകാലം വന്ന്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു തെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ, നെഗറ്റീവ് സൈഡ് വരുമ്പോൾ അത് സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ താല്പര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും നമ്പർ 1 ആയിട്ട് കാണുന്നത്. പക്ഷേ ഒരാളുടെ നല്ല സൈഡ് വരുന്ന സമയത്ത് അത് കാണിക്കാനോ അത് ഷെയർ ചെയ്യാനോ അധികം ആരും മെനക്കെടണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം ആൾ ജീവിച്ചിരുന്ന ഒരു ലൈഫ്, അതിൽ നിന്ന് ആൾ ആ തെറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു തിരിച്ചുവരവ്, അത് ആൾ ആ തെറ്റെല്ലാം ഉൾക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഞാൻ കുറച്ച് പോർഷൻ ആ വീഡിയോന്റെ ഇവിടെ കൊടുക്കാം. അങ്ങനെ ഓരോ ഇപ്പം ഭീഷ്മ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഷൈൻ ചെയ്യുമ്പോൾ അതിലൊരു ഷോ സ്റ്റീലർ, തല്ലുമാല എടുത്തു കഴിഞ്ഞാലും അതില് ഇപ്പം ഇഷ്ക് എടുത്താലും ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ എല്ലാ ക്യാരക്ടറിനേക്കാളും ഒരു തലപ്പൊക്കം ഉണ്ടാവുമായിരുന്നു. ശരിക്ക് സിനിമ, ഞാൻ പറഞ്ഞത് നമ്മൾ പറയും ഇപ്പം അതിൽ നിന്ന് ഇപ്പൊ ലഹരിയുടെ ലോകത്തുനിന്ന് പുറത്തു കടന്ന് ഇപ്പൊ ഒരു വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന അതിനെ മാനസികമായിട്ട് ഏറ്റവും കരുത്തോടെ നേരിടാൻ പ്രാപ്തനായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ സിനിമ തന്നെ ലഹരിയാവുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബവും സിനിമയൊക്കെ ലഹരിയാവുന്ന ഒരു തുടർച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടർകാലല്ലേ ഇനി ഷൈന് മുമ്പുള്ളത്? അങ്ങനെ നമ്മൾക്കെല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക് ലഹരി സിനിമയാണ്. അതെ, അതിൽ ആ ലഹരി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇടയിൽ വരുന്നത് എല്ലാ സബ്സ്റ്റൻസ് ആണെങ്കിലും വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളും സിറ്റുവേഷൻസുകളാണെങ്കിലും ബേസിക് ആയിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റിക്ട് അഭിനയിക്കണം, പെർഫോം ചെയ്യണം, ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. അത് നമ്മളെ പട്ടിണി കിട്ടാനും വയറ് നിറച്ച് ഭക്ഷണം തന്നാലും നമ്മൾ അതന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനോ അല്ലെങ്കിൽ ഡോക്ടർ ഇത് പറയും എങ്ങനെയാണ് പെട്ടെന്ന് ഇതൊന്നും ഓവർകം ചെയ്യണം, ആളുകൾ പറയും ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ പല കമന്റുകളും കേൾക്കാം, ഇതൊക്കെ ഇപ്പൊ നാളെ തുടങ്ങുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഇത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. കാരണം ഇതിനു മുന്നേ ഒരിക്കൽ ഞാൻ ഉണ്ടായപ്പോ എല്ലാം നിർത്തിയതാണ്. പക്ഷെ അന്ന് ഞാനത് നിർത്തിയെന്ന് പറയുന്നത് ഒരുപാട് പ്രഷറിന്റെ മുകളിലും പേടിയുടെ മുകളിലാണ്. ഇന്ന് ഞാൻ അതിനെ എന്നേക്കാൾ ഉപരി ഡാഡിക്കും മമ്മിക്കും അനിയനും എന്നെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഈ ലഹരി എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂലക്കിലോ ഒരു റൂമിലോ ഇരുന്ന് ഒരു കൂട്ടാണ്. അത് നമുക്ക് പ്ലഷർ തരാം, പക്ഷെ ഈ പ്ലഷർ ഒരിക്കലും നിലനിൽക്കുന്നില്ല. അതുവഴി നമുക്ക് മാത്രം പ്ലഷറും ബാക്കിയുള്ളവർക്ക് പ്രഷറും, അവരുടെ ജീവിതം ഒന്നുമല്ലാതെയും ദുഃഖത്തിലും ടെൻഷനും ആയിട്ട് മാറിയിട്ട് നമ്മൾ പ്ലഷർ അനുഭവിച്ചിട്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല, ആ പ്ലഷർ എന്ന് പറയുന്നത് ഒരു നൈമിഷികമായ നമ്മളൊരു ഈ ജീവിതം തന്നെ നൈമിഷികമാണ്. ആക്ച്വലി അത് വളരെ ലൗകികപരമായ ജീവിതമാണ് നമ്മുടെ അത് ജീവിതം തന്നെ അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ വീണ്ടും ഭയങ്കര നൈമിഷികമായ ചില ഇത് നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങളെ നിയന്ത്രിക്കപ്പെടുകയും അത് ചെയ്യാനുള്ള അവസരം ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും, നമ്മൾ എന്തിനാ മറ്റതിന്റെ പിന്നാലെ, അല്ലെങ്കിൽ മറ്റതെന്തിനാണ് പോണത്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള
നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സാധനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ലോകത്ത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ സിനിമയിലെ പെർഫോമൻസോ അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ട അവസരങ്ങളോ നമ്മൾ ഇല്ലാതെയാകില്ല. അതൊരു ശീലമായിട്ട് ഇടയിൽ കൂടിയെന്നേ ഉള്ളൂ. അത് നമ്മൾ ഒരിക്കലും മുഴുവനായിട്ട് നമ്മൾ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ബേസിക് ആയിട്ട് നമ്മുടെ ലഹരി വേറെയാണെങ്കിൽ. അല്ല, ഉറപ്പായും അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളൊരു സമ്മർദ്ദത്തിന്റെ പുറത്ത് നമ്മളൊരു തീരുമാനം എടുക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് എന്നാൽ ലഹരിയുടെ കൂട്ടുപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചെടുത്തൊരു തീരുമാനത്തിൽ നിന്ന് ഇത്തവണ ആ തീരുമാനം പറഞ്ഞ ചുറ്റുള്ള ഒരു വേദനിക്കരുതെന്ന് മാത്രമല്ല, നമ്മളൊരു തിരിച്ചറിവ് കൂടി ഉണ്ടല്ലോ. നമ്മൾക്ക് ഇതിനേക്കാൾ ഗംഭീരമായുള്ളൊരു ഏറ്റവും സാധ്യതയുള്ള ഒരു മറ്റൊരു മേഖലയുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ അതിനെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അതിൽ ഇടപെടാനും മുന്നേറാനും പറ്റാത്തതിനെ എന്തിനേയും നമ്മൾ മാറ്റി നിർത്തണം. അത് ഈ 42-ാം വയസ്സിൽ ഞാൻ ആലോചിക്കുന്ന പോലെ ആയിരിക്കില്ല 30-ാം വയസ്സിൽ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അതെ, അതുകൊണ്ട് ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു 30 വയസ്സുകാരൻ ഉണ്ടാവണം എന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അധികം ചർച്ച ചെയ്യാൻ പോലും പാടില്ല. കാരണം അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നില്ലേ? മുഴുവൻ ഇൻ്റർവ്യൂ ഉണ്ട്, അതൊന്ന് പോയി കാണണം. നിങ്ങൾ കാണാത്തവരാണെന്ന് വെച്ചാൽ കാണണം. കാരണം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിട്ട് ആ ഇൻ്റർവ്യൂ ചെയ്ത ആളും നന്നായി കേട്ടിരിക്കാനുള്ളൊരു നല്ലൊരു ഇതും കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കമൻറ്റിൽ എന്തായിരിക്കും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഭൂരിഭാഗം അല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ വിചാരിക്കുന്ന അതേ രീതിയിലുള്ള കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. കാരണം ആളുടെ ഒരു തിരിച്ചുവരവിനെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും അത്രയും ചേർത്ത് പിടിച്ചിട്ടാണ് ആൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരാൾ നശിച്ചു പോകുമ്പോൾ മാത്രം ആളെ കുറ്റപ്പെടുത്താൻ മാത്രം ഒരു ഇഷ്ടം പോലെ ആൾക്കാർ വരും. പക്ഷേ ഒരാൾ നല്ലതിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ മെനക്കെട്ട് വരാറില്ല. കാരണം ഒരാളിങ്ങനെ നശിച്ചു പോകണ കാണുമ്പോൾ 10 അഭിപ്രായം പറയാനും 10 രീതിയിൽ കുറ്റപ്പെടുത്താനും എല്ലാത്തിനും ഇഷ്ടംപോലെ ആൾക്കാർ കാണാം. നമുക്കിപ്പോൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണാം സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ രേണുസുധീയുടെ ഏതെങ്കിലും ഒരു വിഷയം ഇടുമ്പോൾ നല്ല പറയാനും ചീത്ത പറയാനും എല്ലാത്തിനും ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ ഒരു നല്ല കാര്യം വരുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനോ അതിന് ചേർത്ത് പിടിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അധികം ആൾക്കാർ മെനക്കെടുന്നതായിട്ട് കാണാറില്ല. പക്ഷേ ഇതിലെ കമൻറ്റ് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ടാണ്. ഇങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ, നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറേ ഇൻസ്പിറേഷൻ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ കൂടി അതിനും കൂടി കുറച്ച് യൂട്യൂബേഴ്സ് ആയാലും മീഡിയാസ് ആയാലും കുറേ വെറുതെ ആവശ്യമില്ലാത്ത കുറേ കണ്ടന്റിൻ്റെ പുറകെ ഇങ്ങനെ പോയി ചകഞ്ഞ് നടക്കാതെ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഏറ്റെടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് കുറച്ച് പ്രചോദനമായിട്ടുള്ള കാര്യങ്ങളാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, കാരണം കൂടുതലാരും ഞാൻ ചെയ്ത് കണ്ടില്ല. ഇനിയിപ്പോൾ എന്നെ പോലെ കാണാത്തവരാണോ എന്ന് എനിക്ക് അറിഞ്ഞോടെ. ചിലപ്പോൾ പിന്നീട് നാളും മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ വരുമായിരിക്കും, ആൾക്കാർ ഇതിട്ട് പ്രതികരിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം നിങ്ങൾ പോയി ആ ഇൻ്റർവ്യൂ എല്ലാവരും കാണണം. എനിക്കത് മൊത്തമായിട്ട് എടുത്ത് വെച്ചിട്ട് അത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഇൻ്റർവ്യൂ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. എന്തൊരു നല്ല രീതിയിലാണ് ഷൈൻ്റെ, ഇതുവരെ നമ്മൾ കണ്ടൊരു ഷൈനല്ല ഇപ്പം ആ ഇൻ്റർവ്യൂവിൽ കാണുന്നത്. അത്രയും നല്ല രീതിയിൽ ആളുടെ പല കാര്യങ്ങളും ആളെ തിരുത്തി നമുക്ക് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് ആളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലും കുറേ നെഗറ്റീവ് ഇടാൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞോടാ. അതിലൊന്നും വലിയ കുഴപ്പം തോന്നില്ല. അത് കാരണം ഇതിലും അങ്ങനെ വലിയ നെഗറ്റീവ് ഒന്നും വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അങ്ങനെ ആരെങ്കിലും തിങ്ക് ചെയ്യണമെങ്കിൽ തന്നെ ഒരാൾ നന്നാവുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് വീണ്ടും ആളുടെ പാസ്റ്റിൽ ഇങ്ങനെയായിരുന്നു, ഇനി എത്ര നാളത്തേക്ക് കാണാം, ആ രീതിയിൽ ഇനി വീണ്ടും ഇത് വെറുതെ എന്തിനാ അതിൻ്റെ ആവശ്യം? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ, ഒറ്റ മനുഷ്യന്മാരും പെർഫെക്റ്റ് അല്ല. അപ്പം നമുക്ക് നാളെ ഇനി എന്ത് രീതിയിൽ നമ്മളാവാന്നുള്ളത് നമുക്ക് ഇന്നേ മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാരുടെ കാര്യത്തിലും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ആളെങ്ങനെയാണ് അതിനെ നമ്മൾ വെൽക്കം ചെയ്യുക. പക്ഷേ നമ്മുടെ ഓരോ പോസിറ്റീവായിട്ടുള്ളൊരു വാക്കും ആൾക്ക് ഭയങ്കര പ്രചോദനമായിരിക്കും, സപ്പോർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞാനൊരു ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.